കണ്ണൂർ ചെറുതാഴം രാമപുരത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ചോർച്ചയിൽ സമീപത്തെ നഴ്സിംഗ് കോളേജിലെ 10 വിദ്യാർത്ഥികൾക്ക് ശ്വാസതടസ്സം. 2 വിദ്യാർത്ഥികളെ പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. 8 വിദ്യാർത്ഥികളെ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ നില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇന്നലെ ആയിരുന്നു ടാങ്കർ ലോറിയിൽ നിന്ന് ആസിഡ് ചോർച്ചയുണ്ടായത്. സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, എങ്ങനെയാണ് ഇവരുടെ ആരോഗ്യാവസ്ഥ? തൃപ്തികരമാണ്? ഇന്നലെയാണ് പഴയങ്ങാടി രാമപുരത്ത് ടാങ്കർ ലോറിയിൽ നിന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ചോർച്ചയുണ്ടായത്. ബംഗളൂരിൽ നിന്ന് ഇതിന്റെ വാൽവിൽ നിന്നാണ് ഈ വാതക ചോർച്ച, ആസിഡ് ചോർച്ച ഉണ്ടായത്. കർണാടകയിലെ കാർവാറിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്നു ടാങ്കർ. എന്തായാലും ഇന്നലെ തന്നെ ഈ ചോർച്ച അടയ്ക്കാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിലും വിജയിച്ചില്ല. ഇപ്പോഴും പക്ഷേ പൂർണ്ണമായും അത് ചോർച്ച അടയ്ക്കാനോ അല്ലെങ്കിൽ ആസിഡ് മറ്റേതെങ്കിലും വാഹനത്തിലേക്ക് മാറ്റാനോ സാധിച്ചിട്ടില്ല. അതിന്റെ ശ്രമങ്ങൾ നടന്നു വരികയാണ്. അതിനിടയിലാണ് ഈ സമീപത്തുള്ള നഴ്സിംഗ് കോളേജിലെ 10 വിദ്യാർത്ഥികൾക്ക് ശ്വാസതടസ്സം ഉണ്ടായിരിക്കുന്നത്. 2 വിദ്യാർത്ഥികളെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 8 വിദ്യാർത്ഥികൾ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇവരെ അവിടെ നിന്ന് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇവരെ ആശുപത്രിയിൽ നിന്ന് വിട്ടയച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പരിയാരത്തുള്ള വിദ്യാർത്ഥികളുടെ അടക്കം ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ധന്യ. ശരി സുനിൽ.